നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന ലോകത്തിലെ 4 പ്രമുഖ കൺസൾട്ടൻസി കമ്പനികളിലൊന്നാണ് EY, പഴയ ഏണസ്റ്റ് ആൻഡ് യങ്. EY കേരളത്തിൽ അവരുടെ ഹെഡ് കൗണ്ട് ഡബിൾ ചെയ്യുകയാണ്. അതായത് 10,000 പേരെ പുതിയതായിട്ട് ഹയർ ചെയ്യുകയാണ് എന്നും മെഗാ റിക്രൂട്ട്മെന്റ് വരുന്നു എന്നുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മീഡിയയിലൊക്കെ കാണുകയുണ്ടായി. അപ്പം അങ്ങനെയുള്ള ഒരു മെഗാ റിക്രൂട്ട്മെന്റ് EYയിലേക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തും നടക്കുന്ന കാര്യം നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ വിപ്രോയിലേക്കുള്ള മറ്റൊരു ഹയറിങ്ങിന്റെ ഡീറ്റെയിൽസ്, അത് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഒക്കെ സഹായകരമായ ഡിഗ്രിക്കാരെയും ഡിപ്ലോമക്കാരെയും ഒക്കെ ഹയർ ചെയ്യുന്ന വിപ്രോയുടെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. വിപ്രോയിലെയും EYയിലെയും ഒക്കെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള വളരെ മികച്ച ഒരു അവസരം ഞാൻ ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഓർക്കുക, ഈ UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ച സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അമേരിക്കയിൽ പഠിക്കുവാനായിട്ട് അവസരമുണ്ട്. അതും GRE GMAT ഒന്നും ആവശ്യമില്ല. IELTS ഒരു 6 ലഭിച്ചാൽ നിങ്ങൾക്ക് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഓർക്കുക, ഏതാണ്ട് 100 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനുള്ള അവസരങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പാർട്ട് ടൈം ജോലി ഒക്കെ ലഭ്യമാകും. ഈ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോഴ്സുകളും STEM ഡെസിഗ്നേറ്റഡ് കോഴ്സുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 ഇയർ വിസ ആയിരിക്കും ലഭ്യമാവുക. അതുകൊണ്ട് തന്നെ പഠനശേഷം ഏതാണ്ട് 3.5 വർഷത്തോളം സ്റ്റേ ബാക്ക് ലഭ്യമാകും. ഓർക്കുക, അപേക്ഷിച്ച് ഏതാണ്ട് 1 വീക്ക് കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ ലഭ്യമാകും. പിന്നീട് വിസയും കൂടി ലഭിച്ചതിന് ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതിയാകും എന്ന ആനുകൂല്യമുണ്ട്. അപ്പോൾ ഈ ഒരു മികച്ച അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഷ്രിൻസ് കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഒരു ടീമിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മീഡിയയിലൊക്കെ വന്ന ഒരു വാർത്തയാണ് EY, ഏണസ്റ്റ് ആൻഡ് യങ്, കേരളത്തിൽ അവരുടെ ഹെഡ് കൗണ്ട് ഡബിൾ ആക്കുന്നു എന്നുള്ള കാര്യം. അതായത് ഏതാണ്ട് 10,000 പേരാണ് ഇപ്പൊ കേരളത്തിൽ EYയിൽ, പ്രത്യേകിച്ച് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് 20,000 പേരായിട്ട് ഡബിൾ ചെയ്യാൻ പോവുകയാണ് എന്ന വാർത്ത നമ്മളൊക്കെ വായിച്ചിരുന്നു. പ്രത്യേകിച്ച് എറണാകുളത്ത് സ്മാർട്ട് സിറ്റിയിലും കൊച്ചി സ്മാർട്ട് സിറ്റിയിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഒക്കെയാണ് EYയുടെ പ്രവർത്തനങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസ്റ്റീജിന്റെ ഒരു ടവർ മുഴുവനായിട്ട് ഇവർ ഏറ്റെടുത്ത് അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു മെഗാ റിക്രൂട്ട്മെന്റ് വരും നാളുകളിൽ നടത്തും എന്നും EY അനൗൺസ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു മെഗാ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓർക്കുക, EYയുടെ റിക്രൂട്ട്മെന്റ് അത് ക്യാമ്പസിൽ നിന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ക്യാമ്പസിൽ നിന്ന് വന്നിട്ട് കുറെ കുട്ടികളെ ഹയർ ചെയ്തിരുന്നു. അതുകൂടാതെ ഓഫ് ക്യാമ്പസിൽ നിന്നും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും, അത് ഫ്രഷേഴ്സിന് മാത്രമല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ EYയിൽ അവസരങ്ങളുണ്ട്. അപ്പം ഈ ഹെഡ് കൗണ്ട് ഡബിൾ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു റിക്രൂട്ട്മെന്റ്, അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, EYGDS ഒരു മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് 4 ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഈ ഡ്രൈവ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കും, ഫെബ്രുവരി 1-ാം തീയതി കൊച്ചിയും തിരുവനന്തപുരത്തും വെച്ചിട്ട് 9:30 മുതൽ 4:30 വരെ ഇവരുടെ മെഗാ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ലൊക്കേഷന് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ബാക്കി ഇവരുടെ ഈ EYയെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ വളരെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു കാര്യം അവർ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഇത് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇൻവൈറ്റ് ഉള്ളി റിക്രൂട്ട്മെന്റ് ആണ് എന്ന്. അതായത് അവർ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നേരിട്ട് വോക്കിൻ ചെയ്ത് ഈ റിക്രൂട്ട്മെന്റിലേക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ ടു റിസീവ് യുവർ ഇൻവിറ്റേഷൻ. അപ്പോൾ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അവർ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ ടൈം ഒക്കെ ഷെഡ്യൂൾ ചെയ്യും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഓർക്കുക, ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഇവിടെ രജിസ്റ്റർ നൗ എന്നുള്ള ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഇവർ ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ നെയിം, അഡ്രസ്സ്, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പറൊക്കെ. ഇവിടെ സ്കിൽ കാറ്റഗറി സൂചിപ്പിക്കുന്നുണ്ട്. ഒട്ടനവധി മേഖല, അത് IT, നോൺ IT, പല മേഖലകൾ, ഇപ്പം ടാക്സേഷന് അങ്ങനെയുള്ള മേഖലകൾ, അതല്ലെങ്കിൽ ടെസ്റ്റിങ്,
സൈബർ സെക്യൂരിറ്റി, ഡാറ്റ എഞ്ചിനീയർ, സെയിൽസ് ഫോഴ്സ്, ഫിനാൻസ്, ഇങ്ങനെ പല മേഖലകളിൽ, ക്ലൗഡ് ആൻഡ് ഡെവോപ്സ്, ഡിജിറ്റൽ, പല മേഖലകളിൽ ഇവർ സ്കിൽ ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ റെസ്യൂമെ ഇവിടെ അപ്ലോഡ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. എന്നിട്ട് അവർ നിങ്ങളുടെ പ്രൊഫൈൽ അസസ് ചെയ്തിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങളെ ഈ ഒരു ഫെബ്രുവരി 1 ഈ ഒരു മെഗാ റിക്രൂട്ട്മെന്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കും ഇതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയുക? ഞാനിപ്പോൾ കാണിച്ച ആ പേജ് അടങ്ങുന്ന ആ ഡീറ്റെയിൽസ് ഉള്ള ഒരു ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ പേജിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നൽകി രജിസ്റ്റർ ചെയ്യുമ്പോൾ, ഇനി നമുക്ക് വിപ്രോയിലേക്കുള്ള 3 റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ കൂടി പരിശോധിക്കാം. ഒരു റിക്രൂട്ട്മെന്റ് ഡിഗ്രിക്കാർക്കുള്ളതാണ്, മറ്റൊന്ന് ഡിപ്ലോമക്കാർക്കുള്ളതാണ്, മൂന്നാമതൊരു റിക്രൂട്ട്മെന്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ CA കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റും വിപ്രോ നടത്തുന്നുണ്ട്. അപ്പോൾ ആ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ഞാൻ ഡിപ്ലോമക്കാർക്കുള്ള അവസരം ഒന്ന് സൂചിപ്പിക്കാം. വിപ്രോയുടെ സിം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഡിപ്ലോമക്കാർക്കുള്ളത്. സിം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്. ഓൾ ഇന്ത്യ ബേസിൽ നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ജനുവരി 31 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഡിപ്ലോമക്കാർക്ക് വിപ്രോയിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം BTech IT ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഇന്ത്യയിൽ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്നതിനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതൊരു ഡുവൽ അഡ്വാൻറ്റേജ് ആണ്. ഇത് മാത്രമല്ല, ഇനി പറയാൻ പോകുന്ന അവസരമൊക്കെ ഡുവൽ അഡ്വാൻറ്റേജസ് ആണ്. അതായത് നിങ്ങൾ വിപ്രോയിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഹയർ സ്റ്റഡി, ഡിപ്ലോമക്കാർക്ക് BTech ആണ് ഹയർ സ്റ്റഡി ഉള്ളത്, അത് ഇന്ത്യയിലെ ഒരു പ്രീമിയം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസിൽ നിന്ന് വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കുന്നതിനും കൂടിയുള്ള അവസരമാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്കൂൾ ഓഫ് IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാ ഇവിടുത്തെ ഇതിൻ്റെ പേ പാക്കേജ് നമുക്കൊന്ന് കാണാം. ഇതൊരു 4 വർഷത്തെ ബോണ്ട് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ 12,400 പെർ മന്ത് ആയിരിക്കും നിങ്ങളുടെ സ്റ്റൈഫൻഡ് ലഭിക്കുക. അത് ഫൈനൽ ഇയറിൽ വരുമ്പോഴത്തേന് 19,618 പെർ മന്ത് എന്ന സ്റ്റൈഫൻഡിൽ നിങ്ങൾക്ക് ഒരു ഇൻകം ഇങ്ങോട്ട് കിട്ടും. അതോടൊപ്പം നിങ്ങളുടെ ഈ BTech പഠനം ഫുള്ളി ഇവരുടെ സ്പോൺസർഷിപ്പിലായിരിക്കും, വിപ്രോയുടെ സ്പോൺസർഷിപ്പിലായിരിക്കും. ആരെയായിരിക്കും ഇത് എലിജിബിൾ ആവുക? ഇതാ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ഡിപ്ലോമ കഴിഞ്ഞവർ. ഡിപ്ലോമ ഏത് ബ്രാഞ്ചാണ്? കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്, അങ്ങനെ ഒരുമാതിരി എല്ലാ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇങ്ങനെയൊക്കെ ഉള്ള വിവിധ ബ്രാഞ്ചുകളിൽ 50% മാർക്കോടെയെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞവരോ 2025 കഴിയാൻ പോകുന്നവർക്കോ അപ്ലൈ ചെയ്യാം. അവർക്കോ ഇയർ ഓഫ് പാസിംഗ് 2023, 24 അല്ലെങ്കിൽ 25 പാസ് ഔട്ട് ആകാൻ പോകുന്നവരോ ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത്. 3 ഇയർ വരെ എഡ്യൂക്കേഷൻ ഗ്യാപ്പ് അലൗ ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈം ഡിപ്ലോമക്കാരായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. 10th-ലും 12th-ലും ഒക്കെ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് ആണ് പഠിച്ചതെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഡിപ്ലോമ ഫുൾ ടൈം ആയിരിക്കണം. കോർ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഡിപ്ലോമയിൽ പഠിച്ചിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ബാക്ക്ലോഗ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി പ്രായം 18 വയസ്സിൽ കൂടുതൽ ജോയിൻ ചെയ്യാൻ നേരത്ത് 18 വയസ്സിൽ മേളിലായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവരൊരു ഓൺലൈൻ അസസ്മെൻറ്റ് 80 മിനിറ്റിൻ്റെ അതിൻ്റെ സിലബസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. അതിലൂടെയായിരിക്കും സെലക്ഷൻ നടത്തുക എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ HR ഇൻ്റർവ്യൂ അതേപോലെ ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ട്രെയിനിങ് ഒക്കെ നൽകും. ഓർക്കുക, ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, 48 മന്തിൻ്റെ, അതായത് 4 വർഷത്തെ ഒരു ബോണ്ട് നൽകണം. ഈ 4 വർഷത്തിനിടയിൽ നിങ്ങൾ കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഹയർ സ്റ്റഡിക്ക് വേണ്ടി വിപ്രോ സ്പെൻഡ് ചെയ്ത എമൗണ്ട് പ്രോറേഷ്യ ബേസിൽ, അതായത് എത്ര നാൾ കൊണ്ടാണോ നിങ്ങൾ ലീവ് ചെയ്യുന്നത് ആ സമയത്തേക്കുള്ള എക്സ്പെൻസ് ഇവർക്ക് തിരിച്ചടക്കേണ്ടി വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഡിപ്ലോമ 2023, 24, 25 വർഷങ്ങളിൽ കഴിഞ്ഞവരോ കഴിയാൻ പോകുന്നവർക്ക് വിപ്രോയിൽ ജോലിയോടൊപ്പം ഹയർ സ്റ്റഡി BTech പഠിക്കുന്നതിനുള്ള അവസരമാണിത്. ഓർക്കുക, 31 ജനുവരി വരെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനിയും ഡിഗ്രിക്കാർക്കുള്ള വിപ്രോ ഹയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. പ്രോഗ്രാം അറിയപ്പെടുന്നത് WILP എന്ന പേരിലാണ്, അതായത് വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം. അതായത് ഡിഗ്രിക്കാർക്ക് ജോലിയോടൊപ്പം PG ചെയ്യുന്നതിനുള്ള അവസരം, അത് വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ തന്നെ PG പഠിക്കുന്നതിനുള്ള അവസരം ഇവർ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം എന്ന് അറിയപ്പെടുന്നത്. ഓൾ ഇന്ത്യ ബേസിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുവാണ്. ജനുവരി 31 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? ഈ രജിസ്റ്റർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാമാണ്. അതായത് BCA അല്ലെങ്കിൽ BSc സ്റ്റുഡൻസിന്
വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ എംടെക്, അതും ഇന്ത്യയിലെ ഒരു പ്രീമിയം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സാധാരണഗതിയിൽ ഈ WILP പ്രോഗ്രാം നൽകുന്നത് ബിറ്റ്സ് പിലാനി, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ആണ്. അപ്പം ബിറ്റ്സ് പിലാനിയുടെ എംടെക് BScയും BCയും ഒക്കെ കഴിഞ്ഞ് എടുക്കുന്നതിനും അതിനോടൊപ്പം വിപ്രോയിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരമാണ്. അതാണ് ഡുവൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ് ഡിഗ്രി 60% മാർക്കോടെ അല്ലെ 6 CGPA കഴിഞ്ഞവർക്കാണ്. അത് 2023-ലും 24-ലും കഴിഞ്ഞവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അവർക്ക് എല്ലാ ഡിഗ്രിയും പറ്റത്തില്ല. BCA അല്ലെങ്കിൽ BScയിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, IT, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫിസിക്സ്, ഈ ബ്രാഞ്ചുകളിൽ BCA അല്ലെങ്കിൽ BSc 2023-ലോ 24-ലോ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ചില ക്രൈറ്റീരിയ ഒക്കെ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. 10th-ഉം 12th-ഉം ഒക്കെ ഓപ്പൺ സ്കൂൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, എന്നാൽ ഡിഗ്രി ഫുൾ ടൈം ആയിരിക്കണം. ഒരു ബാക്ക്ലോഗ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോർ മാത്സ് മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കുകയാണ് ഡിഗ്രിക്ക് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 3 ഇയർ ഗ്യാപ്പ് വരെ അലൗ ചെയ്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 18 വയസ്സ് ഒക്കെ ജോയിൻ ചെയ്യാൻ നേരത്ത് 18 വയസ്സിന് മേളിലായിരിക്കണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും സെലക്ഷന്? ഒരു ഓൺലൈൻ അസസ്മെൻ്റ് ആയിരിക്കും, 80 മിനിറ്റിൻ്റെ അസസ്മെൻറ്റ്. ഈ 4 ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് HR ഇൻ്റർവ്യൂ, ബിസിനസ് ഡിസ്കഷൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും സെലക്ഷന്. അവർക്ക് ഇവിടെ നിങ്ങൾ സെലക്ട് ആയാൽ ആ 60 മാസത്തെ ഒരു ബോണ്ട്, ഒരു സർവീസ് എഗ്രിമെൻ്റ് വിപ്രോയുമായിട്ട് വെക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഡിപ്ലോമ ഹയറിങ്ങിനാണെങ്കിൽ 48 മാസമായിരുന്നു, 4 വർഷമായിരുന്നെങ്കിൽ ഇവിടെ 5 വർഷത്തെ ഒരു സർവീസ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. ഈ 5 വർഷത്തിനകം നിങ്ങൾ വിപ്രോ വിടുവാണെങ്കിൽ ഇവർ നിങ്ങളെ PG പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് അത് ഇവരെ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 75,000 റുപ്പീസ് തിരിച്ചടക്കേണ്ടതായിട്ട് വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. 5 വർഷം പൂർത്തീകരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് MTech കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് ആ കമ്പനിയിൽ വേണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ മാറാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഡിഗ്രിക്കാർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. അതിൻ്റെ പേ പാക്കേജ് സൂചിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പെർ മന്ത് ഏകദേശം ഒരു 15,000 രൂപയൊക്കെ ആയിരിക്കും സ്റ്റൈഫൻ്റ് ആയിട്ട് ലഭിക്കുക. 4th ഇയർ ഒക്കെ ആകുമ്പോൾ 19,000 രൂപയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റൈഫൻ്റ് ആയിട്ട് ലഭിക്കുക. ജോയിനിങ് ബോണസ് 75,000 രൂപ വേറെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, 2023-ലും 24-ലും BSc അല്ലെങ്കിൽ BCA കഴിഞ്ഞവർക്ക് വിപ്രോയിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം ഹയർ സ്റ്റഡി, അത് MTech ബിറ്റ്സ് പിലാനിയിൽ പഠിക്കുന്നതിനുള്ള ഒരു സുന്ദര അവസരമാണിത്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് രജിസ്റ്റർ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ IDയും ബാക്കി ഡീറ്റെയിൽസും കൊടുത്ത് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ സൗജന്യമാണ്. ആരെങ്കിലും ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.